വിളിക്കുന്നൊരു ദൈവമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന് തെളിവിഷ്ടം പോലെയാണ്. ഒന്നാമത്തെ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ദൈവവചനം 1 സാമുവേലിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായമാണ്. അവിടെ ഒരു വ്യക്തിയെയാണ് ദൈവവചനം പരിചയപ്പെടുത്തുന്നത്. ആ വ്യക്തിയുടെ പേരാണ് ഏൽക്കാന എന്നൊരാൾ. ആ വ്യക്തിക്ക് ആ കാലഘട്ടത്തിൽ 2 ഭാര്യമാർ ഉണ്ടായിരുന്നുവെന്ന് 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എൽക്കാനായ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു, ഹന്നായും പെനീനായും. അവർ തമ്മിൽ സന്തോഷത്തോടെയൊക്കെ പോകുന്നൊരു സാഹചര്യം ആയിരുന്നെങ്കിലും അവിടെ ചെറിയ അസ്വസ്ഥതകളും അകൽച്ചകളും ഉണ്ടായി. അതിനൊരു കാരണമുണ്ട്, എഴുതിയിട്ടുണ്ട്. കാരണം ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. ആ കാരണത്താൽ ആ വ്യക്തിക്ക് പല സങ്കടങ്ങളും പല ദുരനുഭവങ്ങളും കുത്തുവാക്കുകളും എല്ലാം ആ സാഹചര്യത്തിൽ ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ അനുഭവിക്കേണ്ടതായി വന്ന് ആ കാര്യം എഴുതിയിട്ടുണ്ട്. 5-ാമത്തെ വാക്യം എല്ലാം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൾക്കൊരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. വന്ധ്യത നിമിത്തം അവളുടെ സ്വപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ചില സാഹചര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് വിഷമം വന്നാൽ നമ്മളെടുക്കുന്ന അതേ രീതിയിൽ കൂടെ തന്നെയാണ് ഹന്നായും അത് കൈകാര്യം ചെയ്തത്. കരയും, ഭക്ഷണം കഴിക്കാതിരിക്കും, വിഷമിച്ചിരിക്കും, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വീടിൻ്റെ അകത്ത് കയറി മുറി അടച്ചൊക്കെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷം. പക്ഷേ ഇതിലൊരിക്കൽ ഈ വ്യക്തി ഈ വിഷമമെല്ലാം സഹിച്ച് മടുത്ത് ആകെ ധർമ്മസങ്കടത്തിലായൊരു സമയത്ത് ഒരു ദിവസം അവൾ എന്തു ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് 10-ാമത്തെ വാക്യം. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളുടെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കണ്ണുനീരിനും വിലയിടുന്ന ഒരു ദൈവമുണ്ട്. അതിനൊക്കെ വില കൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ, ആരാധിക്കുന്ന ഒരാളാണോ, ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളെ ഓർത്ത് കരയുന്ന ഒരാളാണോ? മനുഷ്യൻ്റെ മുമ്പിൽ അതിന് വലിയ വില കൽപ്പിച്ചില്ലെങ്കിലും ദൈവസന്നിധിയിൽ ദൈവം അതിന് വില കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം അതിന് വിലയിടും. അതിന് തത്തുല്യമായ അനുഗ്രഹത്തെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. വ്യക്തമാക്കി തരികയാണ്. അവൾ എന്തു ചെയ്തു? അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നെഴുതിയിട്ടുണ്ട്. ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതൊരു പ്രത്യേക ബൈബിളിലൊരു വാക്കുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് യഹോവ സമീപസ്ഥനാണ്. അതായത് അത് ഹൃദയം നുറുങ്ങിയവർ. ഇപ്പം നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ആ വ്യക്തിയുടെ ഹൃദയം നുറുങ്ങിയതാണോ. നമുക്ക് അയാളുടെ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, അയാൾ ഉറക്കെ പ്രാർത്ഥിക്കും, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഹൃദയം നുറുങ്ങിയ അവസ്ഥ നമുക്കറിയാൻ പറ്റുമോ? പക്ഷെ ദൈവം പറയാണ് ഹൃദയം നുറുങ്ങിയവർക്ക്. ചിലപ്പോൾ അവരെല്ലാവരെയും കാണുമ്പോൾ ചിരിക്കും, സാധാരണ പോലെ വർത്തമാനമൊക്കെ പറയും, നമ്മുടെ കൂടെ ചിലപ്പോൾ സന്തോഷിക്കാനും ഒക്കെ കൂടും. പുറമേ അതൊന്നും അവർ കാണിക്കത്തില്ല, ഒട്ടും പുറമേ കാണിക്കില്ല. നമുക്കൊരിക്കലും പിടികിട്ടത്തില്ല ഇവരുടെ ഉള്ളിൽ ഇങ്ങനെയൊരു വിഷമമുണ്ടോയെന്ന്. പക്ഷെ ബൈബിളിലെ വചനം പറയാണ് ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം 10 കിലോമീറ്റർ ദൂരെയാണെന്നല്ല, 100 മീറ്റർ അപ്പുറത്താണെന്നല്ല, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. നമ്മളുടെ കണ്ണുനീരിനും ഹൃദയത്തിൻ്റെ നുറുക്കത്തിനും എല്ലാം വിലയിടുന്നൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട കുടുംബമേ, നിയോഗത്തോടെയാണല്ലോ നിങ്ങൾ പങ്കെടുക്കുന്നത്. നിങ്ങൾക്ക് കാണും നിങ്ങൾ എഴുതിയിട്ട നിയോഗത്തിൻ്റെ മേൽ ഒരാരാധനയും പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ. അത് ഒരു വിഷയത്തിൽ ഒത്തിരി സങ്കടപ്പെടുന്ന ഒരാളായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ സങ്കടം ചിലപ്പോൾ അകത്ത് ആകെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. നമുക്കിതുപോലൊന്ന് ചെയ്യാം. ഹൃദയം നൊന്ത് ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. ഹൃദയം നൊന്ത് ഹൃദയം നുറുങ്ങി ദൈവമേ എന്ന് വിളിക്കണം. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. അവൻ്റെ യോഗ്യത നോക്കാതെ, സഭാവ്യത്യാസം കൂടാതെ ദൈവം അവൻ്റെ മേലെ ഇറങ്ങി വരും. നിങ്ങൾ ആരുമാകട്ടെ, ഏത് സഭയിൽപ്പെട്ട ഒരാളുമാകട്ടെ,
വിശ്വാസിയാകട്ടെ, നിങ്ങളൊരു അക്രൈസ്തവ വ്യക്തിയാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, ഹൃദയം നുറുങ്ങിയ ഒരാളാണോ, ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാണ്. ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാണ്. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. അവൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. ഒരു നേർച്ച നേരുകയാണ്, ഒരു നിയോഗം സമർപ്പിക്കുക. നമ്മളും ഈ ഒരു ശുശ്രൂഷയ്ക്ക് കയറിയപ്പം എൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കേട്ടതാണല്ലോ, ഒരു നിയോഗം നിയോഗത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ടെന്ന് ബൈബിൾ തെളിയിക്കുന്ന ഭാഗമാണിത്. അവളൊരു നേർച്ച നേർന്നു, ഒരു നിയോഗം സമർപ്പിച്ചു. ഒരു പുത്രനെ നൽകുകയാണെങ്കിൽ, ദൈവം എനിക്ക് തരികയാണെങ്കിൽ എന്ന് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 12-ാമത്തെ വാക്യം. ഇവളുടെ പ്രാർത്ഥന അവിടെയുള്ള ചിലർ ശ്രദ്ധിച്ചു. ഹന്ന ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ഏലി എന്ന പുരോഹിതൻ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഒരാൾ ഇങ്ങനെ ഹൃദയം നുറുങ്ങി സ്ഥലകാല ബോധമൊന്നുമില്ലാതെ ആ സങ്കടത്തിൻ്റെ ആധിക്യത്തിൽ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരാൾ ശ്രദ്ധിക്കുന്നുള്ള കാര്യം പോലും ഈ വ്യക്തി മറന്ന് ആ സമയത്ത് ആ സ്ഥലത്തെ ഏലി പുരോഹിതൻ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു, അധരം ചലിച്ചുകൊണ്ടുമിരുന്നു, ശബ്ദം പുറത്തു വന്നില്ല. അതിനാൽ ഈ പുരോഹിതന് തോന്നി, ഈ വ്യക്തി മദ്യപിച്ചിട്ട് ഏതോ ലഹരിയിൽ കിടന്ന് മത്തുപിടിച്ചിട്ട് ലഹരിയിൽ ആയിട്ട് എന്തൊക്കെയോ പുലമ്പുകയാണ്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് എന്നാണ് സ്ഥലത്തെ പുരോഹിതൻ വിചാരിച്ചത്. കാരണം ഈ വ്യക്തി ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ ശബ്ദം കേട്ടിരുന്നില്ല, ഒച്ച വന്നിരുന്നില്ല, ഇങ്ങനെ അധരം ചലിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക മോഡലിലാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ പുരോഹിതൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഇങ്ങനെ ഉന്മത്തയായിരിക്കും, ഇങ്ങനെ കള്ള് കുടിച്ച പോലെ ഇങ്ങനെ എത്ര നേരം ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. നിന്റെ ലഹരി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു, ഇത് നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരോ, അങ്ങനെയൊന്നും അല്ല, ഞാൻ മദ്യപിച്ചിട്ട് ലഹരിയിൽ മത്തുപിടിച്ച് ആടുകയോ പാടുകയോ ചെയ്തതൊന്നുമല്ല, അങ്ങ് വിചാരിക്കുന്ന പോലല്ല, അങ്ങ് തെറ്റിദ്ധരിച്ചതാണെന്നെ. ഞാൻ വളരെയേറെ മനോവ്യത അനുഭവിക്കുന്ന ഒരാളാണ്, ഞാൻ ഒത്തിരി സങ്കടം അനുഭവിക്കുന്ന ഒരാളാണെന്ന് ആ പുരോഹിതനോട് ആ വ്യക്തി പറഞ്ഞു. ഞാൻ ഒത്തിരി സങ്കടം അനുഭവിക്കുന്ന ഒരാളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും സങ്കടം അനുഭവിക്കുന്ന ഒരാളാണോ? മനോവ്യത അനുഭവിക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വിലയിടുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ ഗൗരവമായി എടുക്കുന്നു. ദൈവം നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുന്നു. അടുത്ത വാക്യം, ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഒത്തിരി മനോവ്യത അനുഭവിക്കുന്നു, ഞാൻ ഒത്തിരി തകർന്നവളാണ്, പരാജയപ്പെട്ടവളാണ്, ഞാൻ ഒത്തിരി സങ്കടം അനുഭവിക്കുന്നുണ്ട്. അല്ലാതെ അങ്ങ് വിചാരിച്ചതുപോലെ ഞാൻ മദ്യപിച്ച് ലഹരിയിലായി ബോധമില്ലാതെ ഒന്നും ചെയ്തതൊന്നും അല്ല, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പറയുകയാണ്, വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം ഞാൻ പകരുകയായിരുന്നു. ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മലയാളത്തിൽ, പകരുകയായിരുന്നു. ഒരു ബക്കറ്റിലെ വെള്ളം മറ്റൊരു ബക്കറ്റിലേക്ക് പകരപ്പെടും എന്ന് പറയുന്ന പോലെ ഉള്ളതിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുന്നതിനാണ്, അതുപോലെ അതിനാണ് പകരുക എന്ന് പറഞ്ഞാൽ, അതിലെടുത്ത് ഇങ്ങോട്ട് പകരാൻ പറയില്ലേ. അപ്പം ഈ പ്രാർത്ഥന എങ്ങനെയാണ് നടത്തുന്നത്? ഇവളുടെ ഹൃദയത്തിൽ നിന്ന് അവളുടെ ആ വിഷമത്തെ ദൈവഹൃദയത്തിലേക്ക് പകർന്നു. എൻ്റെ സങ്കടം ഇതാണ്, എൻ്റെ വിഷമം ഇതാണ്. ഇപ്പോൾ എന്നെ പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കും ഈ വ്യക്തിയെപ്പോലെ ഒന്ന് പ്രാർത്ഥിക്കുക. ഹന്നായെപ്പോലെ ഒത്തിരി സങ്കടമുള്ള ഒരവസ്ഥയിൽ, ദൈവമേ എൻ്റെ മനസ്സിതാണ്, എൻ്റെ സങ്കടം ഇതാണ്, എൻ്റെ അവസ്ഥ ഇത്, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങളും ഇതുപോലൊന്ന് ഹൃദയം നുറുങ്ങിയൊന്ന് പ്രാർത്ഥിക്കുക. അതിന് പ്രത്യേകിച്ച് പണച്ചെലവോ മറ്റൊന്നുമില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ശ്രദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണാൻ ഒരു മലയും ചവിട്ടിപ്പോകണ്ട, ദൈവത്തെ കാണാൻ ഒരുപാട് പണം മുടക്കണ്ട. ഇരിക്കുന്ന കസേരയിൽ മനസ്സുകൊണ്ടൊന്ന് വിശ്വസിച്ച് ദൈവമേ എന്ന് വിളിച്ചാൽ മതി, ആ ദൈവം നിൻ്റെ അടുത്തേക്ക് വരും.
അതാണ് ബൈബിൾ പറയുന്നത്, എൻ്റെ ജനം എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയെല്ലാം എൻ്റെ നാമം അനുസ്മരിക്കപ്പെടുന്നുവോ അവരുടെ അടുക്കലേക്ക് വന്ന് ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഒറ്റക്കാലിൽ നിന്ന് ഒരു വർഷം തപസ് ചെയ്യണ്ട. ആ ഇരിക്കുന്ന കസേരയിലിരുന്ന് ഹൃദയം നുറുങ്ങി ദൈവമേ എന്നൊന്ന് വിളിക്കാമോ? ആ ദൈവം ഇന്നും നിങ്ങളുടെ അടുത്തേക്ക് വരും. എഴുതിയിരിക്കുന്നു, എൻ്റെ ഹൃദയവേദനകൾ ഞാൻ എൻ്റെ ദൈവത്തോട് പകരുകയായിരുന്നു. ഞാനങ്ങനെ പകരുകയായിരുന്നു. എന്നിട്ട് 16-ാമത്തെ വാക്യം, എന്നിട്ട് വ്യക്തി പുരോഹിതനോട് പറഞ്ഞു, ഈ ദാസിയെ അതമ്പതിച്ച ഒരാളായിട്ട്, മദ്യപിക്കുന്ന ഒരാളായിട്ട്, ലഹരിക്കടിമപ്പെട്ട മത്തുപിടിച്ച് ആടി ഉലയുന്ന ഒരാളായിട്ട് എന്നെ കണക്കിലാക്കരുതേ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ ഘടന നോക്കൂ. ആ വ്യക്തിയുടെ ജീവിത സാഹചര്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ സ്ഥലകാല ബോധമില്ലാതെ ഇങ്ങനെയൊക്കെ അറിയാതെ കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയത്. എൻ്റെ അകത്തെ ദുഃഖം കൊണ്ടാണ്. ശരിയാണ്, നമ്മളും ചില ദുഃഖങ്ങളുടെ ആധിക്യം, നമ്മുടെ സ്ഥലകാലങ്ങളും അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ മറന്നു പോകും. ചില സമയത്ത് പൊട്ടിത്തെറിച്ചു പോകും. പിന്നെ നമുക്ക് ദൈവം ഇങ്ങനെയൊക്കെയാണല്ലോ, ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്ന് നമ്മൾ ചോദിക്കില്ലേ? ഞാൻ എൻ്റെ ആ വിഷമത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് കേട്ടോ, നിങ്ങളതൊന്നും മനസ്സ് വെച്ചേക്കരുത്. അതുകൊണ്ട് ഈ വ്യക്തി പറയുകയാണ്, എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്, എന്നെ അതമ്പതിച്ച ഒരാളായിട്ട് കാണരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അതിനുശേഷം 17-ാമത്തെ വാക്യം, അപ്പോൾ പുരോഹിതൻ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു, നീ സമാധാനത്തോടെ പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. അനുഗ്രഹിച്ചു. ഇതുപോലൊരു അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങൾക്ക് തരട്ടെ. സമാധാനത്തോടെ ഇരിക്കുക, നിൻ്റെ പ്രാർത്ഥന ദൈവം സാധിച്ചു തരട്ടെ. ഒരു ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കണ്ട് ഇതുപോലൊരു അനുഗ്രഹം തരട്ടെ. ദൈവം നിൻ്റെ അവസ്ഥ കണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ പ്രാർത്ഥന ദൈവം സാധിച്ചു തരട്ടെ. പുരോഹിതൻ അങ്ങനെ